അങ്ങനെ നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ഇവിടുത്തെ കച്ചവടം നടത്തുന്നതിൽ പുറത്തുള്ള രാജ്യക്കാരാണ്. ആഫ്രിക്കൻസും ഉണ്ട്, ബംഗ്ലാദേശ്, ഇന്ത്യൻസിനെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പല രൂപത്തിൽ എല്ലാവരുടെ അടുത്തും പ്രൈസ് സെയിം ആണ്, ഡിഫറെൻറ്റ് പ്രൈസായിട്ട് എല്ലാവരും ഇല്ല, എല്ലാവരും ഒറ്റ പ്രൈസിലാണ് കച്ചവടം ചെയ്യുന്നത്. അതുപോലെ വഴിയിലൂടെ നടന്ന് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു സെവനീറും വാങ്ങി അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. നമ്മുടെ പാർക്ക് ചെയ്തിരിക്കുന്ന പുറത്താണ്, ഞാൻ അങ്ങോട്ട് പോകണം. അങ്ങനെ അവിടെയാണ് പിസ്സ. ഇനിയിപ്പോൾ നേരെ മുന്നോട്ട് നടക്കണം നമ്മൾ പാർക്കിങ് കിട്ടണമെങ്കിൽ. അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ അധികം നല്ലോണം ഉണ്ടായി, റഷായിരുന്നു ഈ സമയത്ത്. കാരണം ഇവിടെ സമ്മർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. അങ്ങനെ പോണ വഴിയിൽ എല്ലാവരും നല്ലോണം നോട്ടീസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ മാത്രം അവിടെ മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും പാൻസും ഷോർട്ട്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകത്തോടായിരുന്നു എന്നെ നോക്കിയിരുന്നത്, ഇത് വല്ല അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണുള്ള രീതിയിൽ. അങ്ങനെ പോണ വഴിയിൽ ഒരു ചെടി കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കണ്ടൊരു ചെടി, ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു ചെടി കണ്ടോ. പക്ഷെ മുല്ലപ്പൂ അല്ല, പക്ഷെ സ്മെല്ലുണ്ടായിരുന്നു. മുല്ലപ്പൂവിൻ്റെ ഏതാണ്ട് ഒരു തരത്തിലുള്ള സ്മെല്ല് പോലത്തെ ആയിരുന്നു ആ ചെടിക്ക്. അങ്ങനെ നമ്മുടെ പമ്പെത്തി. ഇനി എന്നുള്ളതിന് പമ്പിൻ്റെ പേര്. ഇവിടെ ഒരുപാട് പമ്പുണ്ട്, അധികം സ്ഥലത്തും സെൽഫ് സർവീസാണ്. രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ 24 hours ഉള്ള പമ്പ് വളരെ കുറവാണ് ഇവിടെ. അധികം പമ്പും 9 മണി കഴിഞ്ഞാൽ പൂട്ടിപ്പോവും. അങ്ങനെ നമ്മുടെ പാർക്കിങ്ങിൽ പോയിട്ട് നമ്മുടെ വണ്ടി എടുക്കണം. ഇവിടെ പേ പാർക്കിംഗ് ആണ്. €2 കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. മണിക്കൂറിന് €2 എന്നുള്ള രീതിയിലാണ് തോന്നുന്നു. ഈ പാർക്കിങ് കുറച്ച് മാറിയിട്ടായിരുന്നു. പിസ്സ ടവറിൽ നിന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ അകലെയാണ് ഇത് വരുന്നത്. കാരണം ഇതാകുമ്പോൾ സുഖമാണ്, അടുത്താകുമ്പോൾ ഭയങ്കര റഷായിരിക്കും. റോഡ് സൈഡിൽ വണ്ടി ഇടേണ്ടി വരും. കാരണം ഇതാകുമ്പോൾ വണ്ടിയും കുറവാണ്, ഒരു ഫ്രീഡം ഉണ്ട്, തിരക്കില്ല, റഷില്ല, നല്ല സുഖത്തിൽ വണ്ടി ഇട്ടും ചെയ്യാം പേ പാർക്കിംഗ് ആണെങ്കിലും. പിന്നെ ഈ പിസ്സ ടവർ പറഞ്ഞ സ്ഥലം വരുന്നത് ഒരു വില്ലേജിലാണ്, ഇതൊരു ടൗണൊന്നുമല്ല. കാരണം ചുറ്റും പോകുന്ന വഴി മൊത്തം വയൽ, കൃഷി, മൊത്തം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതാ വരുന്ന വഴിയിൽ നിർത്തിയാണ്. നല്ലൊരു ഏരിയ കണ്ടോ, നല്ലൊരു ചർച്ച് കണ്ടപ്പോൾ നിർത്തി. പഴയ കാലത്തുള്ള ഒരു പഴയ ഓൾഡ് ടൈപ്പ് ചർച്ച്. അതിൻ്റെ ബാക്കിലായിട്ട് ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വ്യൂ ആണ് വരുമ്പോൾ കണ്ടത്. അങ്ങനെ ഈ റൈറ്റ് സൈഡിൽ എന്തോ ഫാക്ടറി എന്തോ തോന്നുന്നു, ഈ നേരെ ഈ റോഡ് പോകുന്നത്. അത് നേരെ എന്തോ ഫാക്ടറിയിലോട്ട് എന്തോ. ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡ് റോഡാണ്, നമുക്ക് നേരെ പോകേണ്ടത്. മിലാനിലോട്ടുള്ള റോഡ് ഇതാണിത്. ഇവിടെ നമുക്ക് നേരെ മിലാൻ പിടിക്കണം. അങ്ങനെ നമ്മൾ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിക്കുകയാണ്. കാരണം നേരെ ഒരുപാട് വൈകി. ഇവിടെ എത്ര വൈകിയാലും ലൈറ്റ് ഉണ്ടാവും, അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. നേരം 9-9:30 ആവും ഇരുട്ടാവണമെങ്കിൽ. രാത്രി 9:30 ആവണം ഇവിടെ ഇരുട്ടാവണമെങ്കിൽ.